എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ചെടികളോടൊപ്പമുള്ള ഒരു വൈകുന്നേര വിശേഷമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇതെൻ്റെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇതിൽ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി കൊടുക്കണം. എന്നിട്ട് അതിൽ മണ്ണും വളമൊക്കെ ഇട്ട് കൊടുത്ത് ചെടിയെ ഭംഗിയാക്കി വെക്കാനുള്ള പരിപാടിയാണ്. അതിനായി ഞാൻ ഇതിലേക്ക് മണ്ണിൽ കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ചാണകപ്പൊടി ഇലച്ചെടികൾക്കൊക്കെ നല്ലൊരു വളമാണ്. ഇലച്ചെടികളൊക്കെ തഴച്ച് വളരാൻ ചാണകപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അങ്ങനെ ഞാൻ ഇതിൽ മണ്ണും വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നനച്ചു കൊടുക്കുക കൂടെ ചെയ്താൽ ഇത് നന്നായി വളർന്നോളും. ഈ നീണ്ടുപോയ 2 കൊമ്പുകളൊക്കെ മുറിച്ച് മാറ്റുന്നുണ്ട്. എങ്കിൽ ചെടി നല്ല ബുഷിയായിരിക്കുകയുള്ളൂ, ചെടി കാണാൻ ഭംഗി ഉണ്ടാവുകയും ചെയ്യുള്ളൂ. ഇതൊരു വേറൊരു പ്ലാന്റാണ്. ഇതിങ്ങനെ നല്ല ബുഷിയായി നിൽക്കുന്നൊരു പ്ലാന്റാണ്. ഇതിനും മണ്ണും വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചാണകപ്പൊടി തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഈ ചെടി ഹാങ് ചെയ്തിട്ടും ഇടാൻ വേണ്ടി പറ്റുമേ. ഈ ചെടികളൊക്കെ നല്ല ഇൻഡോർ പ്ലാന്റ്സായി വെക്കാൻ പറ്റിയ നല്ല ചെടികളാണ്. ഇത് എൻ്റെ കലാത്തിയ പ്ലാന്റാണ്. കലാത്തിയക്ക് ഞാൻ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അതിൽ വളങ്ങളൊന്നും ഇപ്പം ചെയ്ത് കൊടുക്കുന്നില്ല. ചെക്കിയാണ്. ചെക്കിയിൽ കുറേ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകാറായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മുറിച്ച് കൊടുക്കുകയാണ്. കൊഴിഞ്ഞു പോയ പൂക്കളുടെ അടിയിൽ ഒരു ഇല താഴെ വെച്ച് നമ്മൾ മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെ പുതിയ തളിർപ്പുകൾ വരികയും അതിലൊക്കെ മുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുക. അതിനുവേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് വളമിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ പുതിയ തളിർപ്പുകൾ വരും. ഇതിലുള്ള ഉണങ്ങിയ ഇലകളും പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കണം. മുട്ടത്തോട് പൊടിച്ചിട്ട് വേണം ചെടിക്ക് ഇട്ട് കൊടുക്കാൻ. അങ്ങനെ മുട്ടത്തോടൊക്കെ ഞാൻ പൊടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്ക് വളമിട്ട് കൊടുക്കുകയാണ്. അതിനായി ഞാനിവിടെ എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഈ വളം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി നനച്ചു കൊടുക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വേഗത്തിൽ പുതിയ തളിരിലകൾ വരും. തളിർപ്പുകൾ വന്നതിന് ശേഷം അതിൽ മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടാവുമേ. ഇത് എൻ്റെ ഒരു റോസാണ്. ഈ റോസിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന റോസാണ്. ചെറിയ റോസാണ്. ഇതിന് ചുവപ്പ് കളറിലുള്ള ചെറിയ റോസാണ്. ഇതിൽ പൂക്കളൊക്കെ കരിഞ്ഞിട്ടുണ്ട്. അതൊക്കെ മുറിച്ച് കൊടുക്കുകയാണ്. അതുപോലെ ഈ വൈറ്റ് റോസിനും ഉണങ്ങിയ പൂക്കളും ഇലകളൊക്കെ മുറിച്ച് മാറ്റിയിരുന്നു. ഇതെൻ്റെ ലിപ്സ്റ്റിക് പ്ലാന്റാണ്. ലിപ്സ്റ്റിക് പ്ലാന്റിൽ നിറയെ കളകൾ കയറിയിട്ടുണ്ട്. ഇത് ഹാങ് ചെയ്തിട്ടത് കൊണ്ട് കളകൾ കയറിയതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് പുറത്തേക്ക് കളകളൊക്കെ പുറത്തേക്ക് വന്നപ്പോഴാണ് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നത്. ഇനി ചെടികൾക്കെല്ലാം വെള്ളമൊഴിച്ച് കൊടുക്കുന്നേ. ഇതാണ് ബോഗൺവില്ല ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളമൊഴിച്ചാൽ മതിയാവും. ചില ദിവസങ്ങളിൽ ഞാൻ വെള്ളം ഒഴിക്കാറുമില്ല. 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് അധികം വെള്ളമൊഴിച്ച് കൊടുക്കുന്നത്. എൻ്റെ വൈകുന്നേരങ്ങളിലാണ് ഞാൻ ചെടികളോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അതായത് എൻ്റെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്ന് ചായയൊക്കെ കുടിച്ചവർ കളിക്കാൻ പോകുന്ന സമയമുണ്ടല്ലോ. ആ സമയത്താണ് ഞാൻ ചെടികളുമായി കൂടുതൽ ഇടപഴകുന്നത്. ആ സമയത്താണ് ഞാൻ ചെടികൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതും വളം ഇട്ട് കൊടുക്കുന്നതും പിന്നെ പ്രൂൺ ചെയ്യാനുണ്ടെങ്കിൽ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നു. ഉണങ്ങിയ ഇലകളോ പൂക്കളോ അതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറ്റി കൊടുക്കുകയും ചെയ്യുന്നത്. നമ്മൾ ചെടികളോടൊപ്പം ഈ ചിലവഴിക്കുന്ന സമയമുണ്ടല്ലോ, അതൊരു നല്ല സന്തോഷം തരുന്ന നിമിഷങ്ങളാണ്. സമയം പോകുന്നത് അറിയേയില്ല. ചെടികളെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെടികൾ നടാനുണ്ടെങ്കിൽ അതൊക്കെ നടുന്നതും ഞാൻ ഈ വൈകുന്നേര സമയങ്ങളിലാണ്.
അധിക ദിവസം ഞാൻ ഒരു ചെടിയെങ്കിലും നട്ട് വെച്ചിട്ടുണ്ടാവും. ചെടി ഒരു ദിവസം നട്ടില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത എന്തോ ഒരു സമാധാനമൊക്കെ ഇടാനേ. ഇതെൻ്റെ പെൻഡാസ് ചെടിയാണ്. ഇതിലും കുറച്ച് ഈ പൂ വിരിഞ്ഞ് കഴിഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി കൊടുക്കുന്നേ. അതൊക്കെ മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ ചെടി നല്ല വൃത്തിയായിരിക്കുകയും ചെയ്യും. പിന്നെ അതിൽ വേഗം പൂക്കളുണ്ടാവുകയും ചെയ്യേ. അങ്ങനെ കുറേ പെൻഡാസ് ചെടികളൊക്കെ ഞാൻ ഇതുപോലെ മുറിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വിരിഞ്ഞു കഴിഞ്ഞ ഭാഗമൊക്കെ മുറിക്കുന്നേ. അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ ഒരു വൃത്തി ഉണ്ടാവുകയില്ല. അതേപോലെ ചെക്കി വെള്ള ചെക്കിയാണ്. പൂക്കളൊക്കെ കരിഞ്ഞു പോയിട്ടുള്ളത്. അതൊക്കെ മുറിച്ച് മാറ്റി കൊടുക്കുകയെന്ന്. ഇതെല്ലാം അങ്ങനെ ഒരില താഴെ വെച്ച് മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ പുതിയ തളിരിലകൾ വന്ന് അതിൽ പൂക്കളും മുട്ടുകളൊക്കെ ഉണ്ടാവേ. ഇതിന് വളവും കൂടി ഇട്ട് കൊടുക്കണം. എല്ലുപൊടിയും ചാണകപ്പൊടിയും തന്നെയാണ് ഇതിനെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇന്ന് വെള്ളമൊഴിച്ച് കൊടുക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ചെടികൾ വേഗം തന്നെ തളിരുകൾ വന്ന് പൂക്കളുണ്ടാവേ. ഇത് നാടൻ ചെക്കിയാണ്. അതുപോലെ തന്നെ ഇതും ഞാൻ അതുപോലെ തന്നെ ചെയ്യുന്നത്. പൂവ് വന്ന് കൊഴിഞ്ഞു പോയ ഭാഗമൊക്കെ മുറിച്ച് മാറ്റി കൊടുക്കും. ഒരു 2 ഇല താഴെ വെച്ച് മുറിച്ച് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പുതിയ ശിഖരങ്ങൾ വേറെ വരും. അപ്പം അതിലൊക്കെ മുട്ടുകളും പൂക്കളും ഉണ്ടാവേ. ഇതൊക്കെ ഞാൻ അതുപോലെ ചെയ്തില്ലൊക്കെ തളിരിലകൾ വന്നിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ.